ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചിക്കൻ കറി വെച്ചാലോ? നമുക്ക് ആദ്യം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുക്കാം. കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്, നല്ല ചോരമയം പോകാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ഒലച്ച് 8-9 വെള്ളത്തിൽ നന്നായിട്ട് ഒലച്ച് കഴിയാൻ നന്നായിട്ട് വൃത്തിയാവും. എന്നിട്ട് നമുക്ക് വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊരു കണ്ണാപ്പ് പോലുള്ളൊരു പാത്രത്തിനകത്തോട്ട് ഇട്ട് വെക്കാം. പിന്നെ നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് കരിയാപ്പില ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റ് രൂപത്തിലാക്കുന്നുണ്ട്. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, തൈര് 2 സ്പൂൺ തൈര്, പുളിയില്ലാത്ത തൈര്, ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിനകത്തോട്ടിട്ടൊന്ന് പുരട്ടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. കുറച്ച് ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിച്ചിട്ട് നമുക്ക് സവാളയാണ് ഞാൻ എടുത്തത്. കൊച്ചുള്ളി ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉപ്പൂടെ ഇടണം, അപ്പം നന്നായിട്ട് വഴന്ന് കിട്ടും. ഒന്ന് അടച്ച് വെച്ച് ഒന്നുകൂടെ വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കരിയാപ്പില പേസ്റ്റാക്കിയത് അതിനകത്തോട്ട് ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞിട്ട് പച്ചമുളക് കൂടെ ചേർത്ത് വഴറ്റുക. എന്നിട്ട് തക്കാളി ചേർക്കുക. തക്കാളിയും ചേർത്ത് ഒന്ന് വഴറ്റി അടച്ച് വെക്കുക. ആ സമയത്ത് നമുക്ക് മുളക് പൊടി, ഞാൻ 3-3.5 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഓരോരോ എരിവിനനുസരിച്ച് 2.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിക്കുക. ഞാൻ മിക്സ് ചെയ്തതിന് ശേഷമാണ് മൂപ്പിച്ചത്. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം അപ്പോഴത്തേക്ക് നമ്മുടെ സവാള വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ പുരട്ടി വെച്ചിരുന്ന ചിക്കന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മൂപ്പിച്ച് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ അതിനകത്തോട്ടിട്ട് പിന്നെ ഒരു കൈവെള്ളം മാത്രമേ ഞാൻ തളിച്ച് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇവിടെ ഒരുപാട് ചാറ് വേണ്ട. പിന്നെ നമുക്ക് പൊടികൾ ചേർക്കാം. ഗരം മസാല 1 സ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. 2 സ്പൂൺ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അടച്ചു വെച്ച് വേവിക്കാം. ചിക്കനകത്തിൽ കുറച്ച് വെള്ളം ഇറങ്ങുന്നത് മതിയെങ്കിൽ അത് മതി. പിന്നെ വെള്ളം പോലെ ചാറിരിക്കേണ്ടവർക്ക് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിയാപ്പില ഇടാം. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ചിക്കനകത്തുനിന്ന് വെള്ളം ഇറങ്ങി ആ വെള്ളത്തിലാണ് ഇപ്പോൾ ചിക്കൻ വേവുന്നത്. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. കൊള്ളാം. നമുക്ക് കപ്പയും കൂട്ടി ഒന്ന് കഴിച്ച് നോക്കിയാലോ? ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവരും ചെയ്ത് നോക്കണം. സൂപ്പറാട്ടോ. ഓക്കെ, ബൈ ബൈ. നാളെ കാണാം.